കുട്ടികളുടെ ഒരു പ്രത്യേക ഇഷ്ടമുള്ള താരമാണ് നടി മഞ്ജു വാര്യർ. പ്രത്യേകമായുള്ള ഇഷ്ടം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുമുണ്ട്. മഞ്ജുവിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തിളങ്ങാറുമുണ്ട്. ഇപ്പോഴിതാ മഞ്ജു വാര്യർ എടുത്തിരിക്കുന്ന ഒരു കുഞ്ഞിന്റെ ചിത്രമാണ് പുറത്തുവരുന്നത്. ഇതാരാണ് ഈ ആള് എന്ന് തപ്പി നോക്കിപ്പോയവർക്കൊക്കെ ഉത്തരം കിട്ടി. ഉത്തരം കിട്ടിയപ്പോൾ എല്ലാവർക്കും ഞെട്ടലായി മാറിയെന്ന് പറയാം. മഞ്ജു എടുത്ത് നടക്കുന്നത് രമേശ് പിഷാരടിയുടെ ഇളയ മകനെയാണ്. രമേശ് പിഷാരടി പോസ്റ്റ് പങ്കുവച്ചതിന് ശേഷമാണ് ഈ താരപുത്രനെ പ്രേക്ഷകർക്ക് മനസ്സിലായത്. എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനെ, നിനക്ക് പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് മഞ്ജു വാര്യർ എത്തിയത്. മഞ്ജുവിന്റെ പോസ്റ്റ് കണ്ട് നിരവധി പേർ ഈ ചിത്രത്തിന് പിന്നാലെ എത്തി. അതോടൊപ്പം പ്രേക്ഷകരും അത് ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ പറയണം. സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ്. ഗോവർദ്ധൻ എന്നാണ് പിഷാരടിയുടെ ഏറ്റവും ഇളയ മകന്റെ പേര്. അതുകൊണ്ട് തന്നെ ഹാപ്പി ബർത്ത്ഡേ ഗോവർദ്ധൻ ജി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മഞ്ജു വാര്യർ എത്തിയിരിക്കുന്നത്. കുട്ടികളെപ്പോലെ നിന്ന് കുട്ടികളോടൊപ്പം കളിക്കുന്ന മഞ്ജു വാര്യരെയാണ് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. രമേശ് പിഷാരടിയുടെ ഇളയ മകന്റെ ബർത്ത്ഡേ ആണ്. അതോടൊപ്പം തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ പോസ്റ്റുകളുമായി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അടിമുടി മാറിയിരിക്കുകയാണ് ഗോവർദ്ധനെ കുറിച്ച് നിരച്ച് ഇതിനു മുൻപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ട്. ധീരൻ എന്നാണ് രമേശ് പിഷാരടി ഏറ്റവും ഇളയ മകനെ വീട്ടിൽ വിളിക്കുന്നത്. ധീരൻ, വീരൻ എന്നൊക്കെയാണ് മക്കൾക്ക് പേരിട്ടിരിക്കുന്നത്. മകന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് രമേശ് പിഷാരടി ധീരൻ എന്ന് പിറന്നാളെന്ന് പറഞ്ഞുകൊണ്ട് എത്തിയിരുന്നു. അതിന് പിന്നാലെ തന്നെയാണ് മഞ്ജു വാര്യരും എത്തിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ, പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി കമന്റുകളാണ് ഇതിന്റെ താഴെ എത്തിയിരിക്കുന്നത്. മഞ്ജു, പിഷാരടി, കുഞ്ചോക്ക ബോബൻ ഇവർ 3 പേരും നല്ല കൂട്ടുകാരാണ്. രമേശ് പിഷാരടി ഇപ്പോൾ മമ്മൂക്കയോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് എത്തിയപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തകളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് നിരവധി പേർ ഇപ്പോൾ മഞ്ജുവിന്റെയും രമേശ് പിഷാരടിയുടെയും വാർത്തകളോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നതും. രമേശ് പിഷാരടിയുടെ ഇളയ മകന്റെ പിറന്നാൾ ആശംസകൾ നേർന്നെത്തിയ മഞ്ജു വാര്യരും കുടുംബവും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണെന്ന് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാം. കുറച്ചധികം നാളുകളായി തന്നെ എവിടെ യാത്രകൾ പോയാലും ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് എത്താറുള്ളത്. മഞ്ജു വാര്യരും രമേശ് പിഷാരടിയും കുഞ്ചാക്കോ ബോബനും ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ആദ്യം കണ്ടപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഒന്ന് ആശ്ചര്യച്ചു. പിന്നാലെയാണ് ഇതിന്റെ സത്യങ്ങളെല്ലാം മനസ്സിലായത്. ഇവർ നല്ല ഉറ്റ സുഹൃത്തുക്കളാണ്. ഫാമിലി പരമായും ഇവർ നല്ല സുഹൃത്തുക്കൾ തന്നെയാണ്. മഞ്ജു വാര്യർ എപ്പോഴും ഇവർക്കൊപ്പം തന്നെ നിൽക്കാറുണ്ട്. മഞ്ജു വാര്യരുടെ സന്തത സഹചാരിയുമായ ബിനീഷും കുഞ്ചാക്കോ ബോബനും ഭാര്യ പ്രിയയും രമേശ് പിഷാരടിയും ഭാര്യ സൗമ്യയും ഒക്കെ തന്നെയാണ് ഇവരൊരുമിച്ച് ട്രിപ്പ് പോകുമ്പോൾ കൂടെ കൂടാറുള്ളത്. കുട്ടികളെ പൊതുവെ ഇവർ ട്രിപ്പിന് കൊണ്ടുപോകാറില്ല. എന്നാൽ ഇവരുടെ സൗഹൃദം എല്ലാവരും ആഘോഷിക്കുമ്പോൾ തന്നെ കുടുംബവുമായി മഞ്ജു വാര്യർ എത്രമാത്രം അടുപ്പത്തിലാണ് എന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നു. ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ ഇത് മാറുന്നു. മഞ്ജു വാര്യർ അടുത്തിരിക്കുന്ന താരപുത്രനെ മനസ്സിലാകാതെ പ്രേക്ഷകർ ആദ്യമൊന്ന് ചിന്തിച്ചു. പിന്നാലെയാണ് ഈ താരപുത്രന്റെ വാക്കുകൾ മനസ്സിലാവുന്നത്. ഇതോടെ പ്രേക്ഷകരെല്ലാവരും താരപുത്രന്റെ ഏറ്റവും കൂടുതൽ പുറത്തുവന്ന വാർത്തകളും ഏറ്റെടുക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ നിലവിൽ നിൽക്കുന്ന വാർത്തകൾ തന്നെയാണ് പ്രേക്ഷകരും ഏറ്റെടുക്കുന്നത്. ആരാധകർക്ക് വല്ല ആവേശകരമായ വാർത്തയായി തന്നെ മാറുകയാണിത്. താരപുത്രൻ ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ മഞ്ജു വാര്യർക്ക് ഇഷ്ടപ്പെട്ട ഈ താരപുത്രനെ ഒന്നുകൂടി പ്രേക്ഷകർ കാണുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.